ടൂത്ത് പേസ്റ്റ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ വ്യക്തിഗത ശുചിത്വത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഇത് വായിലെ ആരോഗ്യവും പല്ലുകളുടെ ദൈനംദിന ശുചീകരണവും നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ഒരു ഉൽപ്പന്നമാണ്. എന്നാൽ ഡെയിലി കാണുന്ന ഈ ടൂത്ത് പേസ്റ്റുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലളിതമായ ടൂത്ത് പേസ്റ്റ് ട്യൂബിന് പിന്നിൽ വളരെ സങ്കീർണമായ ഒരു നിർമ്മാണ പ്രക്രിയയുണ്ട്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നത് മുതൽ അന്തിമ ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം വരെ ടൂത്ത് പേസ്റ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല്ലുകൾ സംരക്ഷിക്കുന്ന രീതി നാം വിചാരിക്കുന്നതിലും വളരെ പഴക്കമുള്ളതാണ്. വായിലെ ശുചിത്വ രീതികളെക്കുറിച്ചുള്ള ആദ്യ രേഖകൾ 500 വർഷം മുൻപ് പുരാതന ഈജിപ്തിൽ നിന്നുള്ളതാണ്. അവിടെ ആളുകൾ മുട്ടത്തോടിന്റെ പൊടി, മീറ, പ്യൂമിസ് കല്ല് എന്നിവയുടെ മിശ്രിതങ്ങൾ പല്ലുകൾ വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്നു. പിന്നീട് പുരാതന ഗ്രീസിലും റോമിലും ഏകദേശം 500 വർഷം മുൻപ് പല്ലുകൾ വൃത്തിയാക്കുന്ന രീതികൾ വികസിക്കുകയും ആളുകൾ മാർബിൾ പൊടി, മരക്കരി തുടങ്ങിയ പ്രകൃതിദത്ത അബ്രസീവുകൾ ഉപയോഗിക്കുകയും ചെയ്തു. തുടർന്ന് 9ാം നൂറ്റാണ്ടോടെ പല്ല് വൃത്തിയാക്കാൻ മിസ്വാക്ക് എന്ന മരക്കൊമ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ രീതി ഇന്നും ചില സംസ്കാരങ്ങളിൽ ഉപയോഗത്തിലുണ്ട്. എങ്കിലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിനോട് സാമ്യമുള്ള ഉൽപ്പന്നം 19ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഉണ്ടാക്കി തുടങ്ങിയത്. തുടക്കത്തിൽ ഇതൊരു പൊടി രൂപത്തിലുള്ള മിശ്രിതമായിരുന്നു. 1800ന്റെ തുടക്കത്തിൽ കോൾഗേറ്റ് ട്യൂബിൽ നിറച്ച ആദ്യത്തെ ടൂത്ത് പേസ്റ്റ് വിപണിയിലെത്തിച്ചു. ഇത് വലിയ വിജയമായി മാറുകയും ലോകമെമ്പാടുമുള്ള പല്ല് ശുചിത്വത്തിന്റെ ആശയം തന്നെ മാറ്റുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന് സമാനമായ ടൂത്ത് പേസ്റ്റ് ട്യൂബ് അതിവേഗം പ്രചാരത്തിലായി. പ്രത്യേകിച്ചും ഫ്ലൂറൈഡ് ഫോർമുലയിൽ ചേർത്തതോടെ ഇത് ദന്തക്ഷയവും മറ്റു ദന്തരോഗങ്ങളും തടയുന്നതിൽ ഒരു നാഴികക്കല്ലായി മാറി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ നിർമ്മാണം കൃത്യമായ ചേരുവകളുടെ മിക്സിംഗിന്റെ ഫലമാണ്. ഉൽപ്പന്നത്തിന്റെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ ഓരോ ചേരുവയ്ക്കും വ്യക്തമായ ധർമ്മമുണ്ട്. ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും സംസ്കരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അബ്രസീവുകൾ പ്ലേക്കും പല്ലിലെ കറകളും ഇനാമലിനെ കേടുവരുത്താതെ നീക്കം ചെയ്യുന്നതിൽ ടൂത്ത് പേസ്റ്റിന്റെ തുറുപ്പ് ഗുലാനാണ്. അബ്രസീവുകൾ പ്രധാനമായി ഉപയോഗിക്കുന്ന അബ്രസീവുകൾ ഹൈഡ്രേറ്റഡ് സിലിക്ക, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫാസ്ഫേറ്റ് എന്നിവയാണ്. ഈ വസ്തുക്കൾ ഖനികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ഫോർമുലയിൽ ചേർക്കുന്നതിന് മുൻപ് കർശനമായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോവുകയും ചെയ്യുന്നു. പല്ലിന്റെ ഇനാമലിന് കേടുപാടുകൾ വരുത്താതെ ഫലപ്രദമായി വൃത്തിയാക്കാനുള്ള കഴിവ് പരിഗണിച്ചാണ് അബ്രസീവുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് ഹൈഡ്രേറ്റഡ് സിലിക്കയ്ക്ക് പല്ലുകൾക്ക് പരുപരുപ്പില്ലാതെ പോളിഷ് ചെയ്യാൻ കഴിയുന്നു. ഫ്ലൂറൈഡ് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച ഫ്ലൂറൈഡ് ദന്തക്ഷയം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഫ്ലൂറൈഡ് പല്ലുകളുടെ ഇനാമലിനെ ശക്തിപ്പെടുത്തുകയും ആസിഡുകളുടെ ആക്രമണത്താൽ മിനറൽസ് നഷ്ടപ്പെട്ട ഭാഗങ്ങളെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സോഡിയം ഫ്ലൂറൈഡ് അല്ലെങ്കിൽ സോഡിയം മോണോഫ്ലൂറോഫോസ്ഫേറ്റ് തുടങ്ങിയ മിശ്രിത രൂപത്തിലാണ് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റിൽ ചേർക്കുന്നത്. ഈ മിശ്രിതം പ്രകൃതിയിൽ കാണുന്ന മിനറൽസിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഹൈടെക് ലബോറട്ടറികളിൽ കൃത്രിമമായി നിർമ്മിക്കുകയോ ചെയ്യുന്നു. അവിടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നതിനു മുമ്പ് അവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും പരീക്ഷിക്കപ്പെടുന്നു. ഈർപ്പം നിലനിർത്തുന്ന ഏജന്റുകൾ അല്ലെങ്കിൽ ഹ്യൂമെക്ടാൻസ് ടൂത്ത് പേസ്റ്റ് ഈർപ്പമുള്ളതാക്കാനും ട്യൂബിൽ വെച്ച് ഉണങ്ങിപ്പോകുന്നത് തടയാനും ഈർപ്പം നിലനിർത്തുന്ന ഏജന്റുകൾ സഹായിക്കുന്നു. ഈ ഏജന്റുകളില്ലാതെ ടൂത്ത് പേസ്റ്റ് കാലക്രമേണ കട്ടിയാകാനും ഉപയോഗിക്കാൻ പ്രയാസകരമാകാനും സാധ്യതയുണ്ട്. ഗ്ലിസറിൻ, സോർബിറ്റോൾ എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഹ്യൂമെക്ടാൻസുകൾ. ഇവ ഭക്ഷണങ്ങളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കുന്നവയാണ്. ഉദാഹരണത്തിന് സസ്യ എണ്ണകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഗ്ലിസറിൻ വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് കാരണം ഉൽപ്പന്നത്തിന്റെ കട്ടി നിലനിർത്താൻ സഹായിക്കുന്നു. കട്ടി കൂട്ടുന്ന ഏജന്റുകൾ അല്ലെങ്കിൽ തിക്കനേഴ്സ് ടൂത്ത് പേസ്റ്റിന് ക്രീം രൂപത്തിലുള്ള ഘടന നൽകാൻ കട്ടി കൂട്ടുന്ന ഏജന്റുകൾ ഉപയോഗിക്കുന്നു. കാർബോക്സി മിഥൈൽ സെല്ലുലോസ്, സാന്താം ഗം പോലുള്ള ഈ ഏജന്റുകൾ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തവയാണ്. എല്ലാ ചേരുവകളും ഏകീകൃതമായി നിലനിർത്തുന്നതിന് ഇവ കാരണമാകുന്നു. വായിൽ ടൂത്ത് പേസ്റ്റ് തേച്ചു പിടിപ്പിക്കുമ്പോൾ മൃദുലമായ ഒരു അനുഭവം നൽകാനും ഇവ സഹായിക്കുന്നു. അന്തിമ ഫോർമുലയിൽ ഇവയുടെ ശുദ്ധിയും സ്ഥിരതയും ഉറപ്പാക്കാൻ കട്ടികൂട്ടുന്ന ഏജന്റുകൾ കർശനമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. ഫ്ലേവറിംഗ് ആൻഡ് സ്വീറ്റ്നേഴ്സ് പല്ല് തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഉന്മേഷദായകമായ സ്വാദ് നൽകുന്നത് സുഗന്ധ മധുരവസ്തുക്കളാണ്. മിന്റ്, പെപ്പർമിന്റ് തുടങ്ങിയ എണ്ണകളും മറ്റ് പ്രകൃതിദത്തമോ സിന്തറ്റിക്കോ ആയ ഫ്ലേവറുകളും ടൂത്ത് പേസ്റ്റിന് സുഖകരമായ രുചി നൽകാൻ ചേർക്കുന്നു. അതേസമയം സാക്കറിൻ പോലുള്ള മധുരവസ്തുക്കൾ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാതെ നേരിയ മധുരം നൽകുന്നു. പേസ്റ്റിനൊരു പ്രത്യേക രുചി ഉള്ളതിനാൽ തന്നെ കുട്ടികളെ ഇത് കൃത്യമായി പല്ല് തേക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രിസർവേറ്റീവുകളും ആന്റി ബാക്ടീരിയൽ ഏജന്റുകളും
ടൂത്ത് പേസ്റ്റ് നീണ്ട കാലത്തെ ഉപയോഗത്തിന് സുരക്ഷിതമായി തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ സോഡിയം ബെൻസോയേറ്റ് പോലുള്ള പ്രിസർവേറ്റീവുകൾ ഫോർമുലയിൽ ചേർക്കുന്നു. ടൂത്ത് പേസ്റ്റ് ബാത്റൂം പോലുള്ള ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് സൂക്ഷിക്കുന്നത് എന്നതിനാൽ ഉൽപ്പന്നത്തിൽ സൂക്ഷ്മാണുക്കൾ വർദ്ധിക്കുന്നത് ഇത് തടയുന്നു. കൂടാതെ പല ടൂത്ത് പേസ്റ്റുകളിലും ട്രൈക്ലോസാൻ പോലുള്ള ആന്റിബാക്ടീരിയൽ ഏജന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്ലാക്ക് ഉണ്ടാകുന്നതിനെയും ജിഞ്ചിവൈറ്റിസ് ചെറുക്കാനും സഹായിക്കുന്നു. നിർമ്മാണ പ്രക്രിയ. ഇനി ടൂത്ത് പേസ്റ്റിന്റെ നിർമ്മാണ പ്രക്രിയ എങ്ങനെ നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പേസ്റ്റിന്റെ ഉൽപ്പന്നം ഫലപ്രദവും സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമാണെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത നിരവധി ഘട്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിൽ ഒന്നാമത് അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും ശുദ്ധീകരണവും. എല്ലാം തുടങ്ങുന്നത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്രസീവുകൾ, മിനറൽസ് നിക്ഷേപങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അതേസമയം ഗ്ലിസറിൻ, സുഗന്ധവസ്തുക്കൾ പോലുള്ള മറ്റ് ഘടകങ്ങൾ പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നു. ഉപയോഗിക്കുന്നതിന് മുമ്പ് എല്ലാ ചേരുവകളും കർശനമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. 2. അടിസ്ഥാന മിശ്രിതം. അസംസ്കൃത വസ്തുക്കൾ തയ്യാറാകുമ്പോൾ അവ വലിയ മിക്സിംഗ് ടാങ്കുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അബ്രസീവുകൾ, ഹ്യൂമെക്റ്റന്റുകൾ, പ്രിസർവേറ്റീവുകൾ എന്നിവ സംയോജിപ്പിച്ച് ഏകീകൃതമായ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നു. ഈ ഘട്ടത്തിൽ ഓരോ ചേരുവയുടെയും കൃത്യമായ അളവ് ശ്രദ്ധാപൂർവം നിയന്ത്രിക്കുന്നു. എല്ലാ ഘടകങ്ങളും ഒരുപോലെ കലർത്തുന്നു എന്ന് ഉറപ്പാക്കാൻ വലിയ വ്യാവസായിക ബ്ലെൻഡറുകളിലാണ് മിശ്രിതമുണ്ടാക്കുന്നത്. ഓരോ ബാച്ച് ടൂത്ത് പേസ്റ്റിനും ഒരേ സ്ഥിരതയും ഫലപ്രാപ്തിയും ഉണ്ടായിരിക്കണം എന്നതിനാൽ കൃത്യത ഇവിടെ അത്യാവശ്യമാണ്. 3. ഫ്ലൂറൈഡും സുഗന്ധവസ്തുക്കളും ചേർക്കൽ. അടിസ്ഥാന മിശ്രിതം തയ്യാറാക്കിയ ശേഷം ഫ്ലൂറൈഡും സുഗന്ധവസ്തുക്കളും ചേർക്കുന്നു. ഈ ഘട്ടം നിർണായകമാണ്, കാരണം ഓരോ ടൂത്ത് പേസ്റ്റിലും ഈ അവശ്യ ഘടകം ശരിയായ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഫ്ലൂറൈഡ് അളവിൽ തെറ്റുവരാതെ കലരേണ്ടതുണ്ട്. സുഗന്ധവസ്തുക്കൾ മിശ്രിതമാക്കുന്ന സമയത്ത് അവയുടെ രുചിയും ഗുണങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ ഈ പ്രോസസ്സിന്റെ അവസാനത്തിലാണ് ചേർക്കുന്നത്. 4. ഹോമോജനൈസേഷൻ. എല്ലാ ചേരുവകളും കലർത്തിയ ശേഷം പേസ്റ്റ് ഹോമോജനൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോകുന്നു. ചേരുവകൾ പൂർണ്ണമായും കലർന്നതായും പേസ്റ്റിന് മൃദുലവും തുല്യമായ ഘടന ഉണ്ടെന്നും ഉറപ്പാക്കാൻ ഉയർന്ന വേഗതയിൽ മിശ്രിതം ഇളക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ടൂത്ത് പേസ്റ്റിന് ആവശ്യമുള്ള ഘടന ഉണ്ടെന്നും ബ്രഷിൽ എളുപ്പത്തിൽ പുരട്ടാൻ കഴിയുമെന്നും ഹോമോജനൈസേഷൻ ഉറപ്പാക്കുന്നു. 5. ഡീഎരിയേഷൻ. നിർമ്മാണ പ്രക്രിയയുടെ അടുത്ത ഘട്ടം ഡീഎയറേഷൻ ആണ്. പേസ്റ്റ് മിശ്രിതമാക്കുന്ന സമയത്ത് ഉൾപ്പെട്ടേക്കാവുന്ന വായു നീക്കം ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. വായുവിന്റെ കുമിളകൾ ടൂത്ത് പേസ്റ്റിന്റെ സ്ഥിരതയെയും രൂപത്തെയും ബാധിക്കാം. അതിനാൽ ഉയർന്ന ഗുണമേന്മയുള്ള ടൂത്ത് പേസ്റ്റിന് ഈ ഘട്ടം നിർണായകമാണ്. 6. ഫില്ലിംഗ് ആൻഡ് സീലിംഗ്. പേസ്റ്റ് ശരിയായ രീതിയിൽ കലർത്തി വായു കുമിളകൾ ഇല്ലാതെയാകുമ്പോൾ അത് ട്യൂബുകളിൽ നിറയ്ക്കാൻ തയ്യാറാകുന്നു. ടൂത്ത് പേസ്റ്റിന്റെ കൃത്യമായ അളവ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് മെഷീനുകൾ വഴിയാണ് ട്യൂബുകളിൽ നിറയ്ക്കുന്നത്. ഈ എൻകേസിംഗ് പ്രക്രിയ വേഗതയുള്ളതും കൃത്യവുമാണ്. ട്യൂബുകൾ മലിനീകരണമില്ലാതെ നിറയ്ക്കുകയും വായു കടക്കാത്ത രീതിയിൽ അടയ്ക്കുകയും ചെയ്യുന്നു. 7. ഗുണനിലവാര നിയന്ത്രണവും പാക്കേജിംഗും. ട്യൂബുകളിൽ നിറച്ച ശേഷം അവ ഗതാഗതമായി പെട്ടികളിലാക്കുന്നു. ടൂത്ത് പേസ്റ്റ് കടകളുടെ ഷെൽഫുകളിൽ എത്തുന്നതിന് മുമ്പ് അത് കർശനമായ ഗുണനിലവാര നിയന്ത്രണത്തിന് വിധേയമാകുന്നു. നിങ്ങൾ വർഷങ്ങളായി ഏത് ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? കമന്റ് ചെയ്യാൻ മറക്കരുതേ സുഹൃത്തുക്കളെ. അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പരക്കട്ടെ പ്രകാശം.